എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ് സാധാരണ ഉള്ളതുപോലെ ട്രാവൽ വ്ളോഗ് അല്ല. ഇന്നത്തേത് ഒരു പ്രത്യേകതയുള്ള വ്ളോഗാണ്. നല്ല അടിപൊളി വ്ളോഗ് ആവുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇന്ന് ഞങ്ങൾ ഒരു ഫാം ഹൗസ്, അതായത് കുറേ പെറ്റ്സ് എല്ലാം ഉള്ള ഫാം ഹൗസ് ഇവിടെ ഉണ്ട്. ട്രിവാൻഡ്രത്ത് നിന്ന് ബാലരാമപുരം പോകുന്ന റൂട്ട്, അല്ലെങ്കിൽ ട്രിവാൻഡ്രം നാഗർകോവിൽ റോഡിൽ. പെറ്റ്സ് എന്നല്ല ഇതിന് ആക്ച്വലി പറയേണ്ടത്, ഇത് കുറേ എക്സോട്ടിക് അനിമൽസ് ആൻഡ് ബേർഡ്സിനെ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ആദ്യമേ ലൈക്ക് ചെയ്യുക, കാരണം വീഡിയോ തീരുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനെല്ലാം മറന്നു പോകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞങ്ങളിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്ത് നിന്ന് കളിയിക്കാവള വഴി നാഗർകോവിൽ പോകുന്ന പഴയ ഹൈവേ. ആ ഹൈവേയിൽ പ്രാവച്ചമ്പലം കഴിഞ്ഞ് പള്ളിച്ചൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ പള്ളിച്ചൽ സിഗ്നൽ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ആ പെട്രോൾ പമ്പ് എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ഈ ഫാം ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എത്തിയിട്ടുണ്ടേ. അതാ ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കുറച്ച് ഇവിടെയാണ് പോപ്പുലർ ഫാം ഹൗസ്. അപ്പം നമ്മൾ ഈ പ്രാവച്ചമ്പലം കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ പള്ളിച്ചൽ സിഗ്നൽ കഴിഞ്ഞ് വീണ്ടും ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഇന്ത്യൻ ഓയിൽ പമ്പുണ്ട്. ഇച്ചിരി വലിയൊരു പമ്പാണ്. ഈ പമ്പിന് എത്തുന്നതിന് തൊട്ട് മുന്നേ പമ്പിനോട് ചേർന്നിരിക്കുന്നതാണ് ഈ ഫാം ഹൗസ്. അപ്പം നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അകത്തോട്ട് പോവാം. അമ്മ ഹൈലി എക്സൈറ്റഡ് ആണ്. കുറേ ബേർഡ്സിനെ അനിമൽസിനെ കാണാൻ വേണ്ടി. അമ്മൂന് ഫിഷസും ബേർഡ്സ് ആൻഡ് അനിമൽസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഓക്കെ, അപ്പം നമുക്കിനി നേരെ അകത്തോട്ട് പോയി അവിടുത്തെ ടിക്കറ്റ് ചാർജ് എത്രയാണ്? അവിടെ എനിക്ക് തോന്നുന്നു 11 to 8 അല്ലേ? 11 AM to 8 PM ആണ് അവിടുത്തെ ടൈമിങ്. എല്ലാ ദിവസവും ഉണ്ട്. മീൻസ് സൺഡേ അല്ലെങ്കിൽ മൺഡേ അങ്ങനെ ഹോളിഡേ ഒന്നുമില്ല. എല്ലാ ദിവസവും ഉണ്ട് വർക്കിംഗ് ആണ്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് വിശേഷങ്ങൾ നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം. ഇവിടെ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ അതേ ഒട്ടകം നിൽപ്പുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ട്. ഇതെന്തുവാണ്? നൈഫാ? ഓക്കെ. Catfish. Tortoise. Scarlet mustard. ഇതാണ് റൈനോ ഇഗ്വാന. ചിക്കൻ കഴിക്കും. എന്തുവാണിത്? മീർക്കാറ്റ് അല്ലേ? ആഫ്രിക്കൻ. വാ ഇത് കൊള്ളാം കേട്ടോ. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. നമുക്കിവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ പെറ്റ്സും ടേംഡ് ആണ്. ഇതിന്റെ പേരെന്തുവാണ്? ലൂയിസ്റ്റിക് ബോൾ പൈത്തൺ. ഇതെന്തുവാണ് ഇതിന് ഫുഡ് കൊടുക്കുന്നത്? മറ്റേ എലിയിലെ ചെറിയ പറ. ഓക്കെ. അതാ ഇത് റോയൽ ബോൾ പൈത്തൺ അല്ലേ? എല്ലോ അതിനകത്തുണ്ട. ഒളിച്ചു കിടക്കണം അല്ലേ? ബിയർഡ് ഡ്രാഗൺ. ഓ അടിപൊളി. അമ്മ കണ്ട ബ്ലാക്ക് കിങ് സ്നേക്ക് എടുക്ക. ഇത് ആൽബിനോ. വാ തുറന്ന് കാണിച്ചു. തൊട്ടോ നോക്ക്. കൊള്ളാല്ലേ? അടിപൊളി. ഇതെന്താണ്? ഇതിന്റെ ഫുഡ് എന്താണ്? വെജിറ്റബിൾസ് ആണല്ലേ? ഗ്രീൻ ഇഗ്വാന. ഈ ഉടുമ്പ് എന്ന് പറഞ്ഞ സാധനമാണ് ഇത്. ഇതിന്റെ ഫുഡ് എന്തുവാണ്? ചിക്കൻ, നോൺ വെജ് ആണല്ലേ? റാബിറ്റ്സ്. ഇത് നമ്മളെ സാധാരണ നാടൻ മുയലാണോ? ആണ്. ഇത് ഗ്രേ പാരറ്റ്. ഇത് സംസാരിക്കുന്നതല്ലേ? സംസാരിക്കൂ ഇത്? ഓഹോ. ഓക്കെ. എന്തുവാണ് സാധനം? കീരി. ബ്രസീലിയൻ. ഓഹോ. ഇതാണ് ഗ്രേറ്റ് ഡെയിൻ. അതെങ്ങനെയാണ് എന്റെ ഫേസ്? ചെമ്മരിയാടുണ്ട് ഇവിടെ. എന്താ അതറിഞ്ഞൂടാ. ഇതാണ് ചെമ്മരിയാട്.
ഇതിനകത്തൊരു അടിപൊളി സാധനം കിടപ്പുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം, കണ്ടാൽ ഞെട്ടും. സൂപ്പർ ഒരു കാള കിടപ്പുണ്ട് ഇതിനകത്ത്. ഈ വീഡിയോയിൽ കാണും പോലെ അല്ല, ഇപ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് സൈസ് അറിയാൻ പറ്റുന്നത്. കണ്ട അടിപൊളി. ഇവിടെ ഒരു കുതിരയുണ്ട്, ഇതിനകത്തൊരെണ്ണം ഉണ്ട്. ഇതൊക്കെ നല്ല ജയന്റ് കുതിര. കണ്ട അതാ നോക്ക് ഇവിടെ ബ്ലാക്ക്, അടിപൊളി. ഫുഡ് കഴിക്കാനാണോ? നല്ല അടിപൊളി കുതിര. 5 കുതിരയുണ്ട്. പിന്നെ ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ആളുകൾക്ക് 100 രൂപയും കൊച്ചുകുട്ടികളെന്ന് പറഞ്ഞാൽ 15 വയസ്സുള്ള കുട്ടികൾക്ക് 50 രൂപയാണ് എൻട്രി. രാവിലെ 11 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെ. വാ, ഒരു എമുദ ഇവിടെ നിൽപ്പുണ്ട്. കണ്ട ആ ചെമ്മരിയാടതോ തടവാൻ വേണ്ടി നിന്ന് കൊടുക്കണം നമുക്ക്. അമ്മു തടങ്ങി നോക്കുക. ഇവിടുത്തെ അനിമൽസ് മിക്കതും ഭയങ്കര ടേംഡാണ്. ആടിന്റെ കൊമ്പ് നോക്ക്, കണ്ട നല്ല ഇങ്ങനെ ചുരുണ്ട് പിരിഞ്ഞിരിക്കണ. കണ്ട നല്ല കറുത്ത സൂപ്പർ കുതിര. എന്റെ നോട്ടം കണ്ടിട്ട് എനിക്ക് അത്ര സുഖിച്ച് നിൽക്കാനായിട്ട് തോന്നണില്ല കേട്ടാ. ടെറർ സാധനം പോലെ ഇരിക്കണ്. കടിക്കോ? അല്ല നല്ല സൂപ്പർ സാധനം. കണ്ട നല്ല സ്കിന്നൊക്കെ കണ്ട നല്ല ഗ്ലേസിങ് ആയിരിക്കും. ഫുഡ് കഴിച്ചോണ്ടിരിക്കായിരുന്നു, അതാണ് നേരത്തെ മൈൻഡ് ചെയ്യാത്തത്. ഇവിടെ കുറെ പാരറ്റിന്റെ ഏരിയ ആണ്. ഇവിടെ ഇത്രയും കുറെ പാരറ്റ്സ് ഉണ്ട്. മക്കാവതോ പുറത്തിരിപ്പുണ്ട്. ജയിലല്ല, എന്ത് ചെയ്യണത്? ഇല്ലാതിരിക്കല്ലേ? അങ്ങനെ ആക്കണം. വീഡിയോ ഒന്ന് കാണിച്ചു വിടും ഒട്ട എങ്ങനെയാണ് ആക്കണമെന്ന്. ഇവിടെ കുറെ കാർപ്പുകളുണ്ട് കേട്ടാ. ഇത് സൂപ്പർ. നമുക്ക് അവിടെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടാ. നമ്മളവിടുത്തെ പോണ്ടില്ലേ, നമ്മളെ പോണ്ട് ഇതേപോലെ ഒരു ചെറിയൊരു പാത്ത് വേയും സെറ്റ് ചെയ്ത് ഇതേപോലെ ആക്കണം അവിടെ. യെസ്, നോക്ക് വിശ്വാസം നോക്ക്. ഇതിലെല്ലാം നമ്മളെ കയ്യിൽ വരുന്ന ആളുകളാണ്. കണ്ടാ ചാടി പിടിക്കാണ്, ചാടിയാണ് കയ്യിൽ പിടിക്കുന്നത്. ഓ, ഒരാൾ വലിയ ആള് വരണം. അപ്പൊ അമ്മ കൈ വെച്ചോ. ഒന്നുമില്ല, നല്ല രസം, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. വേണ്ടേ? നമ്മളതിൽ പണ്ടുണ്ടായിരുന്ന ഓർമ്മ. അതിന്റെ വലുതാണ് ഇതുപോലെ. പക്ഷെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഒന്നും ചെയ്യൂല. ഇവിടുത്തെ ബേർഡ്സിനെ എല്ലാം നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഏവിയറിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഇവരിങ്ങനെ പറന്ന് നടപ്പുണ്ട്. ആര് വരുന്നു ഫീഡ് എടുക്കാൻ? ആര് വരുന്നു? ബാ വന്നു. അത് തോട് കളഞ്ഞ് കഴിക്കണ കണ്ട. തോട് കളഞ്ഞിട്ട് അതിനകത്തുള്ള സീഡ് മാത്രം കഴിക്കും. നീ എടുക്ക്, വീടെടുക്ക്. ഉണ്ടോ? ഇപ്പൊ എല്ലാം എന്റെ തലയിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ കൊണ്ട് അതിനിങ്ങനെ കാണിച്ചാൽ മതി. ഭയങ്കര രസമാണ്. ആണോ? പോടേ. ഇത് ഫെസന്റ് ആണ്. ഫെസന്റ് കൊറേ കളേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു ഒട്ടക പക്ഷിയുണ്ട്. എന്താണ് സാധനം ഇതിനകത്തുള്ളത്? അപ്പം നമ്മളൊരു ഏകദേശം 1 മണിക്കൂർ അകത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ചാർജ് വരുന്നത് വലിയ ആളുകൾക്ക് 100 പെർ ഹെഡ് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയാണ്. 15 വയസ്സുള്ള കുട്ടികൾക്ക്. കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു എമൗണ്ടിന് നമുക്ക് കയറി കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ അവിടുത്തെ പല ബേർഡ്സ് ആൻഡ് അനിമൽസ് ടേംഡ് ആണ്. അപ്പോൾ നമുക്ക് കയ്യിലെടുക്കാം. ബേർഡ്സ് ഒക്കെ നമ്മളെ പുറത്ത് വന്നിരിക്കും, കയ്യിൽ വന്നിരിക്കും. പിന്നെ ചിലതൊക്കെ ചെറുതായിട്ട് നമുക്ക് പേടിയുള്ളതുകൊണ്ടാണ് നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്. കാരണം ഷോൾഡറിൽ കയറി ഇരുന്നിട്ട് കുറുക്കി കൂടെ വന്ന് ചെവി കടിക്കുന്നു. മുടിയിൽ വന്നിരുന്നിട്ട് ക്ലിപ്പിനെ കടിച്ചെടുക്കാവുന്നത് ഇങ്ങനെ. പക്ഷെ കൊള്ളാം, നല്ല രസം ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ കൊള്ളാം കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ആർക്കെങ്കിലും കുട്ടികളെയൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്ത് പ്രാവച്ചമ്പലത്തിനടുത്ത് പള്ളിച്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ട്രിവാൻഡ്രം കളിയിക്കാവള ഹൈവേ. ട്രിവാൻഡ്രത്ത് നിന്നൊരു എനിക്ക് തോന്നുന്നു ഒരു 10 കിലോമീറ്റർ വരുമ്പോൾ ആണ് ഈ പ്രാവച്ചമ്പലം. പ്രാവച്ചമ്പലം കഴിഞ്ഞ് വീണ്ടും 1 കിലോമീറ്റർ കഴിയുമ്പോൾ പള്ളിച്ചൽ കഴിഞ്ഞ് വീണ്ടും ഒരു 1 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ലെഫ്റ്റ് സൈഡിൽ ഇന്ത്യൻ ഓയിൽ പമ്പുണ്ട്. ആ പമ്പിന്റെ ജസ്റ്റ് മുന്നേ ഒരു മതിലാണ്. ഈ ഫാം കഴിഞ്ഞ് തൊട്ടടുത്തിരിക്കുന്നത് ഈ പെട്രോൾ പമ്പാണ്.
അപ്പോൾ അതാണ് അതിൻ്റെ ലാൻഡ്മാർക്ക്. അപ്പം താല്പര്യമുള്ളവരെല്ലാം വരിക, ഒരു പ്രാവശ്യമെങ്കിലും കാണുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ബൈ.